പോറ്റിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള വാഹന വ്യൂഹം പത്തനംതിട്ടയിലേക്ക് എത്തുകയാണ്. രഘുനാഥ് ഉണ്ട് അവിടെ നിന്ന് വിചാരിക്കുന്നു. രഘു, പറഞ്ഞോളൂ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള വാഹന വ്യൂഹം എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് തുടർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള വാഹനം റാന്നി കോടതി കോംപ്ലക്സിലേക്ക് എത്തുന്നു. സി കെ അഭിലാൽ അവിടെ നിന്നുണ്ട്. അഭിലാൽ, കോടതിയുടെ കെട്ടിടത്തിനുള്ളിലേക്ക് ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റാൻ ഒരുങ്ങുകയാണ്. വാഹന വ്യൂഹം ആ കോടതിയുടെ കോംപ്ലക്സിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂട്ടിച്ചേർക്കാം വിവരങ്ങൾ. അതെ, കോടതി ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ അന്വേഷണ സംഘം പ്രതിയുമായി കോടതിയിൽ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും SITയുടെ 4 വാഹനങ്ങൾ ഉൾപ്പെടുന്ന വ്യൂഹമാണ് റാന്നിയിലേക്ക് എത്തിച്ചേർന്നത്. ഇതിൽ രണ്ടാമത്തെ വാഹനത്തിലാണ് പ്രതിയെ പോലീസ് ഇരുത്തി ഇവിടേക്ക് കൊണ്ടുവന്നത്. നേരത്തെ പോലീസുമായി ഇതുമായി ബന്ധപ്പെട്ട് സംഘം ധാരണയിലെത്തിയിരുന്നു. അങ്ങനെ റാന്നി പോലീസ് ഇവിടെ വരുമ്പോൾ വാഹനത്തിന് കടന്നു വരാനും വേഗത്തിൽ പ്രതിയുമായി കോടതി പ്രവർത്തിക്കുന്നത് ഈ ബിൽഡിങ്ങിന്റെ 1ാം നിലയിലാണ്. അതിനാൽ തന്നെ പ്രതിയുമായി 1ാം നിലയിലേക്ക് വേഗത്തിൽ കടന്നു ചെല്ലാൻ പാകത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. മാധ്യമങ്ങളെ അടക്കം ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലുള്ള പ്ലാനിന് വിരുദ്ധമായി, അതായത് എത്തിച്ചേർന്ന SIT സംഘത്തിന് കൃത്യമായി വിവരം കൈമാറുന്നതിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിയുമായി ബിൽഡിങ്ങിന്റെ മറ്റൊരു കോണിലൂടെ പ്രധാന കവാടത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതേസമയം തന്നെ വാഹനം നിർത്താൻ പോലീസ് നൽകിയ ഇടത്ത് നിന്ന് വളരെ വേഗത്തിൽ ഒരു ഗോവേണി മുകളിൽ ബിൽഡിങ്ങിന്റെ മറ്റൊരു കിഴക്ക് വശത്തു കൂടി വലം വെച്ചപ്പോൾ കോടതി പ്രവർത്തിക്കുന്ന 1ാം നിലയിലെ ഗോവണിയിലേക്ക് പ്രതിയുമായി കടന്നു പോവുകയാണ്. ചുരുക്കത്തിൽ കോടതി ആരംഭിക്കുമ്പോൾ 11 മണിക്ക് കോടതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആദ്യ കേസായി തന്നെ ഈ വിഷയം പരിഗണിക്കും. അങ്ങനെ അന്വേഷണ സംഘം നൽകുന്ന റിമാൻഡ് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. പ്രതിയുടെ അഭിഭാഷകങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കുകയില്ല എന്നുള്ളതാണ്. ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ചുമത്തിയ വകുപ്പുകളുടെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതൊക്കെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുക. അതിന്റെ പകർപ്പ് അഭിഭാഷകർ ലഭ്യമായെങ്കിൽ മാത്രമേ കേസിൽ പുതിയതായി കണ്ടെത്തലുകൾ അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ധാരണകൾ വരികയുള്ളൂ. അതിനുശേഷം മാത്രമായിരിക്കും നിയമ നടപടി അല്ലെങ്കിൽ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ കൂടി നൽകുന്നു എന്നുള്ളതാണ്. ഒരാഴ്ചയിൽ കവിയാത്ത ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ആവശ്യപ്പെടാൻ ഇടയുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ മറ്റൊരു കാരണം, ഇതര സംസ്ഥാനങ്ങളിലടക്കം, അതായത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിലടക്കം പ്രതിയെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതിയെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുക. കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ റിമാൻഡിലേക്ക് പോകാതെ, അല്ലെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് റിമാൻഡ് നൽകിക്കൊണ്ട് മറ്റൊരു ദിവസം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നിയമപത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അഭിലാൽ, കോടതി നടപടിക്രമങ്ങൾ ഉടനെ ആരംഭിക്കുമല്ലോ. കസ്റ്റഡി എന്തായാലും ഒരാഴ്ചയെങ്കിലും കസ്റ്റഡി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടക്കണം. ബാംഗ്ലൂരിൽ പോവേണ്ടതുണ്ട്. ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ ആളി കൊണ്ടുപോയിട്ടുണ്ട്. ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയെന്ന സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെളിവെടുപ്പിന് സമയം വേണ്ടിവരും. ചോദ്യം ചെയ്യലിന് കൂടുതൽ വിവരങ്ങൾ ആരായാൻ സ്വാഭാവികമായിട്ടും SITയെ സംബന്ധിച്ച് കൂടുതൽ സമയം ആവശ്യം വരും. ആകെ 6 ആഴ്ചയാണ് അന്വേഷണത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പും മറ്റുമൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കസ്റ്റഡിയിലേക്ക് അയക്കാനല്ലേ സാധ്യത? ഈ മാസം 6-ാം തീയതിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിച്ചുകൊണ്ട് 1.5 മാസം എന്നുള്ള സമയപരിധി നിശ്ചയിച്ച് കോടതി അന്വേഷണം പ്രഖ്യാപിച്ചത്. സമയപരിധി അടുത്ത മാസം 20-ാം തീയതി അവസാനിക്കുകയാണ്. അതിന് മുൻപാകെ തന്നെ കൃത്യമായ റിപ്പോർട്ട് നൽകണം. മാത്രമല്ല, ഓരോ ആഴ്ച കൂടിയിരിക്കുമ്പോഴും അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ നേരിട്ട് അറിയിക്കണം എന്നുമുള്ള നിർദ്ദേശമുണ്ട്. ചുരുക്കത്തിൽ ആദ്യത്തെ 10 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന ഏറെക്കുറെ 1 മാസത്തിനടുത്തുള്ള കാലയളവ് മാത്രമാണ്. അതിനാൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ അതിവേഗത്തിലുള്ള അന്വേഷണമാണ് വേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിലേക്ക് അടക്കം പ്രതിയെ നേരിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ശബരിമല സന്നിധാനത്തടക്കം പ്രതിയെ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം ആരായുന്നുണ്ട്. അതിന്റെ ആദ്യഘട്ട നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്നലെയും കഴിഞ്ഞ ശനിയാഴ്ചയും അടക്കം അന്വേഷണ സംഘത്തിലെ SP അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ സന്നിധാനത്തെത്തി അതിന്റെ പ്രാരംഭ വിവരങ്ങൾ ശേഖരിക്കുകയും തെളിവുകൾ അടക്കം പരിശോധിക്കുകയും ചെയ്ത് മടങ്ങിയിട്ടുള്ളത്. എന്തായാലും കസ്റ്റഡിയിൽ ലഭിക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്തിൽ അവർ 1 ആഴ്ചയിൽ കവിയാത്ത ഒരു ദിവസത്തേക്കായിരിക്കും കസ്റ്റഡി ആവശ്യപ്പെടുന്നത്.
ചെയ്യപ്പെടുക. കേസിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് അതിൽ പരമാവധി അനുവദിക്കാൻ കഴിയുന്ന ഒരു ദിവസം കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്വാഭാവികമായ കോടതിയുടെ നടപടിക്രമങ്ങളിൽ. അതായത് ഒന്ന്, ഈ കേസ് പ്രഥമമായി തന്നെ പരിഗണിക്കുമ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്യപ്പെടാനും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം നൽകുന്ന കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒന്നിച്ച് നൽകുമ്പോൾ സ്വാഭാവികമായും കസ്റ്റഡിയിൽ ഇന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് എത്തുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിടാനുള്ള സാധ്യതയാണ് ഒന്ന്. മറ്റൊന്ന്, റിമാൻഡ് ചെയ്യപ്പെടുകയും കസ്റ്റഡി അപേക്ഷ പിന്നീട് പരിഗണിക്കാമെന്ന് കോടതി അഭിപ്രായപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത. ഈ രണ്ട് സാധ്യതകളാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. എന്നാൽ ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വിടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന്റെ ഭാഗങ്ങൾ അന്വേഷണ സംഘങ്ങൾ കോടതിയെ അഭിഭാഷകൻ മുഖേന അറിയിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അതിന്റെ ഗൗരവം പരിശോധിച്ചുകൊണ്ട് കോടതി അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. അഭിലാഷ്.